മഴത്തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന തൻ്റെ വീട്ടിലെത്തിയത് തീരെ ഇഷ്ടപ്പെടാതെ തന്നെ പെരുമാറുകയായിരുന്നു റീത്താമ്മച്ചി. റീത്ത വളരെ മോശമായി തന്നെയാണ് അലീനയോട് സംസാരിക്കുന്നത്. തന്തയും തള്ളയും ആരെന്നറിയാതെ വലിഞ്ഞു കയറി 23 വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ആരെന്നറിയാത്തവളെ ഇവിടെയും കയറ്റേണ്ട കാര്യമൊന്നും ഉണ്ടായില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീത്ത വളരെ മോശമായി തന്നെ പെരുമാറുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിട്ടുകൊടുക്കാതെ തന്നെ അലീന റീത്തയുടെ മുഖത്തടിക്കുന്ന പോലെ തന്നെ സംസാരിക്കുകയാണ്. എൻ്റെ പപ്പ ആരെന്നുള്ളതിന് സത്യം എനിക്ക് ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ലെന്നും എന്നാൽ എൻ്റെ പപ്പ എന്നെ അംഗീകരിച്ചിടത്തോളം വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എൻ്റെ പപ്പയ്ക്കും ഇല്ലെന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റീത്ത പറയുന്നുണ്ട്, എന്നാൽ അവിടെ തന്നെ അങ്ങ് നിന്നാൽ പോരെ, പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ഇവിടെ വരേണ്ട ആവശ്യം എന്താണെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ പപ്പയിലുണ്ടായ മറ്റു മക്കൾ ഇവിടെ തന്നെയുണ്ട്, അതായത് എൻ്റെ സഹോദരങ്ങൾ. അവരെ കാണാൻ വരാനുള്ള ഉത്തരവാദിത്തം ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. എൻ്റെ പപ്പയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിണങ്ങി നിൽക്കുന്നതറിഞ്ഞപ്പോൾ മൂത്ത മകൾ എന്ന നിലയ്ക്ക് എൻ്റെ പപ്പയെയും ആ അമ്മയെയും കൂട്ടിച്ചേർക്കേണ്ട ഉത്തരവാദിത്തവും ഈ മകളെന്ന അലീനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അലീന വെല്ലുവിളിക്കുകയാണ് റീത്താമ്മച്ചിയെ. ഇന്നേക്ക് 30ാമത്തെ ദിവസം ഞാനും എൻ്റെ പപ്പയുടെ നിലവിലുള്ള ഭാര്യയായ എൽസമ്മ സ്റ്റാൻലിയെയും അവർക്ക് 2 പേർക്കും പിറന്ന 3 മക്കളുമായി ഞാനിവിടെ നിന്നും ഇറങ്ങും. ഞാനും എൻ്റെ വെല്ലിപ്പിച്ചനും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിനാണ് ഈ വീട്ടിൽ വന്ന് കയറിയതെങ്കിൽ ആ തീരുമാനം സാധിപ്പിച്ചിട്ട് തന്നെ പോവത്തുള്ളൂ എന്നൊക്കെ അലീന പറയുകയാണ്. എങ്കിൽ കാണാമല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റീത്ത അവിടെ നിന്നും ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അലീനയും വെല്ലിപ്പച്ചനും തൻ്റെ മുറി കൈയടക്കി വെച്ചിരിക്കുകയാണ്. മുറിയിൽ വന്നിട്ട് അലീന മുറിയൊക്കെ വളരെ വൃത്തിയാക്കുന്നുണ്ട്. സെൽഫിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ബെഡ്ഷീറ്റൊക്കെ അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടിലിലുണ്ടായിരുന്ന ആ മുഷിഞ്ഞ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തട്ടിക്കുടഞ്ഞിട്ട് ആ മുറിയിലെ ഗ്രില്ലുകളൊക്കെ തുറന്നിട്ട് ജനാലപ്പാളികളൊക്കെ തുറന്നിട്ട് അലീന തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സെൽഫിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കട്ടിലിൽ വിരിക്കുകയും അതോടൊപ്പം തന്നെ തനിക്ക് കിടക്കാനായി മറ്റൊരു ഏരിയ കൂടി അലീന ഒരുക്കുന്നുണ്ട്. ഇത് കാണുന്ന വെല്ലിപ്പിച്ചൻ പറയുന്നുണ്ട്, മോളെ നീയും കൂടി ഈ കട്ടിലിൽ തന്നെ കിടന്നോന്ന്. അപ്പോൾ വെല്ലിപ്പിച്ചനോട് അലീന പറയാണ്, അത് ചെറിയൊരു കട്ടിലല്ലേ, വെല്ലിപ്പിച്ചൻ സുഖമായിട്ട് തന്നെ കിടന്നോ, എനിക്ക് താഴ്ത്ത് കിടന്നാണ് ശീലം, അതുകൊണ്ട് തന്നെ ഞാൻ താഴ്ത്തി കിടന്നോളാം എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം എൽസ മുകളിലെ മുറിയിലേക്കായി വരുന്നുണ്ട്. വന്ന് ആ മുറിയൊക്കെ കാണുമ്പോൾ എൽസ ആകെ അന്താളിച്ച് പോവുകയാണ്. എൽസയ്ക്ക് തൻ്റെ വീട്ടിലെ ഒരു മുറി തന്നെയാണോ ഇതെന്നുള്ള അതിശയം തോന്നുകയാണ്. കാരണം തീരെ വൃത്തിയാക്കുകയോ വെടുപ്പിനിടുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എൽസ. അത് എൽസയ്ക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും എൽസ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഭക്ഷണമൊന്നും ഞാനിവിടെ വെച്ച് വേവിച്ച് തരുന്ന ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയി കഴിക്കുകയോ പുറത്തുനിന്ന് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ മുറി നിങ്ങൾ കൈയടക്കിയത് ഞാൻ വേണ്ടാന്ന് പറയാത്തത് നീ എന്തായാലും എൻ്റെ ചേച്ചിയെ വെല്ലുവിളിച്ച് കയറിയതല്ലേ, അവിടെ എൻ്റെ ചേച്ചിയെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെ ഉണ്ടല്ലോ എന്നെല്ലാം എൽസ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി പോവുകയാണ്. പെൺമക്കൾക്ക് 2 പേർക്കും നന്നേ വിഷമമുണ്ട് അലീനയുടെ കാര്യത്തിലും അവരുടെ വെല്ലിപ്പിച്ചൻ്റെ കാര്യത്തിലും. പക്ഷേ അവരുടെ റീത്ത മമ്മിയെ ധിക്കരിച്ചുകൊണ്ടും അവരമ്മച്ചിയെ ധിക്കരിച്ചുകൊണ്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്താണ് അലീനയുടെ ഫോണിലേക്ക് മനുവിൻ്റെ കോള് വരുന്നത്. അലീനയും മനുവും തമ്മിൽ സംസാരിക്കുന്നത് വെല്ലിപ്പച്ചന് ഇഷ്ടപ്പെടത്തില്ലെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വെല്ലിപ്പച്ചൻ കാണാതെ അലീന ആ ഫോണും എടുത്ത് ടെറസിലേക്ക് പോവുകയാണ്. ടെറസിൽ ചെന്ന് നിന്ന് അലീന മനുവുമായി സംസാരിക്കുന്നുണ്ട്. മനുവിനോട് അലീന പറയുകയാണ്, മനുവേട്ടനെ വിളിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു, സമയം കിട്ടിയില്ല മനുവേട്ടാ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. പിന്നെ ഞങ്ങളിന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. ഇവിടെയുള്ളവരുമായിട്ട് അംഗം വെട്ടൊക്കെ കഴിഞ്ഞ് കയറി ഒരു സ്ഥാനം പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഞാൻ വിളിക്കുമ്പോൾ നിനക്കിത് തന്നെയായിരിക്കും എന്നോട് പറയാനുണ്ടാവുക എന്ന്. കാരണം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, സ്വയം ന്യായീകരിക്കുക എന്നതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിലല്ല, എൻ്റെ കാര്യത്തിൽ.
അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ മനുവിനോട് അലീന പറയാണ്, മനുവേട്ടാ അങ്ങനെയൊന്നുമല്ല, മനുവേട്ടൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല, തൽക്കാലം ആ സബ്ജക്റ്റ് അങ്ങ് വിട്ടേക്കൂ. നീ എന്നിട്ട് ഇപ്പോൾ എവിടെയാണെന്നും എന്താണ് ഇന്നത്തെ പ്രോഗ്രാമെന്നും അതൊക്കെ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. നിനക്കാണല്ലോ ഇപ്പോൾ വിശേഷങ്ങൾ, വക്കീലിനേക്കാളും വലിയ തിരക്കിലല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് മനു ചിരിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ഓ അത് ശരി, അപ്പോൾ എന്നെ കളിയാക്കാനായിട്ട് വിളിച്ചതാണല്ലേ. അങ്ങനെ കളിയാക്കണം എന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല, കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പറയടി പെണ്ണേ, നീ ഇപ്പോൾ എവിടെയാണെന്ന് മനു വളരെ സിമ്പിളായിട്ട് തന്നെ അലീനയോട് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ പപ്പയുടെ മക്കളുടെ അടുത്തേക്ക് പോകുന്ന കാര്യം, അഞ്ജലിയിലേക്ക്. ഇവിടെ വന്നു, എൽസാമയുമായിട്ട് ചെറിയ യുദ്ധമൊക്കെ കഴിഞ്ഞു, വീട്ടിൽ കയറി സ്ഥാനം പിടിച്ചു. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. അത് ശരി, എന്നിട്ടെന്താ, എൽസമ്മച്ചിയുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം റീത്താമ്മച്ചിയുമായിട്ട് ചെറിയൊരു യുദ്ധം കൊണ്ടുകൊടുത്തിട്ടിട്ടുണ്ട്. എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്നൊന്നും അറിയത്തില്ല. ഞാനേ റീത്താമ്മച്ചിയെ വെല്ലുവിളിച്ചിട്ടാണ് നിൽക്കുന്നത്. മനു മനസ്സിലാവാത്ത രീതിയിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്. റീത്താമ്മച്ചി, എനിക്ക് മനസ്സിലായില്ല അലീന. അത് വേറെ ആരുമല്ല മനുവേട്ടാ, നമ്മുടെ എൽസാമ്മച്ചിയുടെ ചേച്ചിയാണ് റീത്ത. അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ല, നോക്കുന്നതെന്ന് എൽസമ്മച്ചിയെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ നോക്കുന്നതൊക്കെ എൻ്റെ പപ്പ തന്നെയാണ് കേട്ടോ. അവർക്ക് ചിലവിനുള്ള പൈസയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസയും ഒക്കെ അയച്ചു കൊടുക്കുന്നത് എൻ്റെ പപ്പ തന്നെയാണ്. പക്ഷെ എന്ത് കാര്യം, ഇവിടെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതും കാര്യങ്ങളുടെ നീക്കുപോക്കൊന്നും അങ്ങനെയല്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാനതൊക്കെ കണ്ടുപിടിക്കും മനുവേട്ടാ. പപ്പ ഒരു കയ്യും കണക്കില്ലാതെയാണ് ഇവിടെ റീത്താമ്മച്ചിക്കായിട്ട് ആ പണമൊക്കെ അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പകുതി പോലും ഇവിടെ എൽസാമ്മയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി അതൊക്കെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ട് തന്നെ ഇവരുടെ മുമ്പിൽ ആ തെളിവൊക്കെ നിരത്തി തന്നെ വയ്ക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മനു ചോദിക്കുന്നുണ്ട്, അതിനെങ്ങനെയാണ്, നിൻ്റെ പപ്പയുടെ കയ്യിലേ കണ്ടമാനം ക്യാഷ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ എന്തോരം സ്ഥലമാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നതെന്ന്. അത് മാത്രമാണോ, നിങ്ങളാ താമസിക്കുന്ന ബംഗ്ലാവ്, അത് 1 കോടി രൂപയോളം വരുമല്ലോ. നിൻ്റെ ഈ എൽസാമ്മച്ചി താമസിക്കുന്ന വീട് എങ്ങനെയുണ്ട് കാണാനൊക്കെ? ആ മനുവേട്ടൻ്റെ വീടില്ലേ, ആ ഒരു വലിപ്പമൊക്കെ വരും. ആഹാ, സ്ഥലവും അത്യാവശ്യമുണ്ട് മനുവേട്ട. കാരണം ഇതൊരു വലിയൊരു പറമ്പാണ്. ഇതിൽ 2 വീട് വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന റീത്താമ്മച്ചിയുടെയും എൽസാമ്മയുടെയും വീട്. ഒരു സൈഡിലായിട്ട് റീത്താമ്മച്ചിയുടെ വലിയൊരു ബംഗ്ലാവും ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിനേക്കാളും തരക്കേടില്ലാത്ത രീതിയിൽ എൽസാമ്മച്ചിയുടെ വീടും. കണ്ടാൽ മെച്ചം തോന്നുന്ന റീത്താമ്മച്ചിയുടെ വീട് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ആ വീട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ സെർവൻറ്റിനൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന്. ഇവിടെ എൽസാമ്മച്ചിയും 2 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുവേട്ടാ. ഇത്രയും വലിയ വീടേ കൊണ്ടു നടക്കാനും അതിൻ്റേതായ ഭംഗിക്ക് ഇടാനൊന്നും ഇവിടെ ഒരെണ്ണത്തിനറിയത്തില്ല. നിൻ്റെ പപ്പയോട് തന്നെ നീ വിളിച്ച് പറ, ഈ വീടൊന്നും ഇത്രയും വലിയ വീടൊന്നും വെച്ചു കൊടുത്തിട്ട് കാര്യമില്ലെന്നും ഇവിടെ ഈ വേലക്കാരിയോ ജോലിക്കാരെയോ ഒക്കെ നിർത്താൻ പറ, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ. അതെ, അതിനും കൂടിയുള്ള പണമാണല്ലോ പപ്പ കൊടുക്കുന്നത്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെയുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനു അപ്പോൾ തമാശയ്ക്ക് അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അല്ലേ അലീന? ബുദ്ധിമുട്ടേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ മനുവേട്ടൻ ഉദ്ദേശിച്ചത്? അല്ല, വല്ലാതെ ജോലി ചെയ്തൊന്നും ഞാൻ സമ്പാദിക്കേണ്ടെന്നേ. എനിക്കെന്തായാലും സ്ത്രീധന തുകയായിട്ട് ഒരു 15 കോടിയെങ്കിലും കിട്ടാതിരിക്കില്ല അല്ലേ അലീന? അതെ, 10 കോടിയാക്കണ്ട, 5 കോടിയും ആക്കണ്ട, നമുക്കതൊക്കെ മേലെ തന്നെ ചോദിച്ചേക്കാം. പപ്പയുടെ കയ്യിൽ ഒരു 100 കോടിയെങ്കിലും ഉണ്ടെന്നാണ് ഇവിടെ വല്യപ്പച്ചൻ പറയുന്നത്. 100 കോടിയോ? അതേന്നേ, വല്യപ്പച്ചൻ പറയുന്നതാ. എനിക്ക് 100 കോടിയുടെ കഥ പോലും എനിക്കറിയത്തില്ല. എന്തായാലും പപ്പയ്ക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാമെന്ന് മനസ്സിലായി. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം
ഈ എൽസാമ്മയ്ക്കും കുട്ടികൾക്കും ഉണ്ടെന്ന് അവരും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ 100 കോടി എന്നൊക്കെ പറഞ്ഞത് ഇനി വെല്ലിപ്പിച്ചും വെറുതെ തള്ളി എന്നോട് മറിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പപ്പയോട് എനിക്ക് കുറച്ചും കൂടി റെസ്പെക്റ്റൊക്കെ തോന്നാൻ. അത് ശരി, അത് നിൻ്റെ വെല്ലിപ്പിച്ചിനെ നിന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ. നീ ഒരാളുടെയും പണം നോക്കി ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളല്ലെന്ന് വെല്ലിപ്പിച്ചനോട് നിനക്ക് തന്നെ പറയായിരുന്നില്ലേ? അതൊക്കെ നമ്മ പറയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളല്ലേ. മനുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടാണോ മനുവേട്ടൻ ഇതൊക്കെ മനസ്സിലാക്കിയത്? അല്ലല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നേ. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പപ്പയുടെ സ്വത്തൊന്നും കണ്ടിട്ട് ഒരാളും ജോലിക്കൊന്നും പോവാണ്ടിരിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണിനെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ ആ കുട്ടീനെയും ഭാര്യേനെയും ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. കുട്ടീനെയും ഭാര്യേനെയോ? അല്ല, അതായത് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പിന്നെ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടിയൊക്കെ. ആഹാ, വല്ലാതെ സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. പിന്നെ സംസാരിക്കാതെ എങ്ങനെയാ മനുവേട്ടാ? എല്ലാവരുടെയും കൂടെ നിന്ന് പിടിച്ചു പോണ്ടേ ഞാൻ. അപ്പോൾ കൂട്ടത്തിൽ മനുവേട്ടനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. കൊള്ളാം കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എന്തായാലും വേറൊരു പെണ്ണും കുട്ടികളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലീനയും അലീനയുടെ കുട്ടികളും, അതായത് എൻ്റെ കുട്ടികൾ. ഒന്ന് പോയേ മനുവേട്ടാ. അതെ, കുറച്ച് അധികം വൈകിപ്പോയി. ഞങ്ങൾക്കിനി കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കും വെല്ലിപ്പിച്ചിനും കഴിക്കാൻ. കുറച്ച് മുമ്പ് വന്ന എൽസമ്മ തന്ന ഓർഡറാ. പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയോ അവിടെ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്ന് കഴിക്കുകയോ ചെയ്യാം. ഇവിടുത്തെ കിച്ചണിൽ ഞങ്ങൾക്കായിട്ട് ഒരു പലഹാരവും അവരാരും ഉണ്ടാക്കിയിട്ടില്ലാന്ന്. അവരുണ്ടാക്കണ്ട, എനിക്ക് കയറി ഉണ്ടാക്കാമല്ലോ. എല്ലാ ലീന, നീയിപ്പോൾ വൈജയുടെ മകളാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണോ? ഉവ്വ്. അതെന്താ മനുവേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ഓരോരുത്തരോടുള്ള പോരുവിളിയും വർത്താനവും കേട്ടിട്ട് ചോദിച്ചതാ. അല്ല മനുവേട്ടാ, ഞാനേ കുറച്ച് ഒരു സാമർത്ഥ്യത്തിൽ നിന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്നാ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട. എന്ത് കാര്യം? അല്ല, ഭാര്യയും കുട്ടിയായിട്ടൊക്കെ ജീവിക്കാൻ തയ്യാറായിക്കോളാനേ. ശരി ശരി, മനുവേട്ടൻ കോള് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മനുവിനോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ കമല ഒളിഞ്ഞു നിന്ന് മനു സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മനു ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് സംസാരിച്ചിരുന്നത്. മനു ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന കമല പമ്മി നിൽക്കുകയായിരുന്നു. മനു ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ പമ്മി നിന്നിരുന്ന ആളെ കണ്ട് മനു പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അമ്മ അവിടെ ഒളിച്ചു നിന്നിരുന്നാണോ? അത് പിന്നെ ഞാനിതിലേ പോയപ്പോൾ അല്ല, നീയേ കിന്നരിക്കുന്നത് കേട്ടിട്ട് തന്നെ ഞാനും ഇവിടെ നിന്നതാ. നീയായി അലീന എന്ന് പറഞ്ഞോളായിട്ടല്ലേ കിന്നരിച്ചിരുന്നത്. നാണമില്ലേടാ നിനക്ക്? എനിക്കെന്തിനാ നാണം? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് വിശേഷങ്ങളൊക്കെ വിളിച്ചന്വേഷിക്കണ്ടേ? പ്രത്യേകിച്ച് അവൾ ഇവിടെ നിന്നും ഇന്നലെ പോയതേ ഉള്ളൂ. അപ്പോൾ ഇന്നവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നും അതൊക്കെ അറിയേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെയുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാം ഒളിഞ്ഞ് കേൾക്കുകയായിരുന്നു അല്ലേ? അല്ല, നീ എന്തൊക്കെയാണ് അവളോട് പറഞ്ഞ് പിടിപ്പിക്കണേന്നൊന്ന് അറിയണമല്ലോ. നാണമില്ലല്ലോ അമ്മേ, ഇത്രയൊക്കെ ആയിട്ടും. ഛേ, മോശം എന്ന് പറഞ്ഞുകൊണ്ട് മനു മുഖം തിരിക്കാൻ നേരത്ത് കമല ഒരു പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, എടാ മനു, അവൾ എവിടേക്കാണ് പോയിരിക്കുന്നേ? അവൾ എവിടേക്ക് പോയാലും അമ്മയ്ക്ക് എന്താ? അല്ലടാ മോനെ, പറ. നീ അവളോട് പപ്പാന്നും 100 കോടി എന്നൊക്കെ പറയണ കേട്ടല്ലോ. അതാരുടെ കാര്യമാടാ? അമ്മയ്ക്കിതെന്താ? അമ്മ ഇപ്പോൾ ഒരുപാട് സമയമായല്ലോ ഇവിടെ പന്നി നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ ഞാൻ ചോദിച്ചതിന് പറ. നിൻ്റെ അച്ഛനും വലിയ നാടകക്കാരനാണ്. അങ്ങോരിക്ക് അറിയൂല പോലും അവൾ എവിടേക്കാണ് പോയെന്ന്. ഞാൻ കേട്ടായിരുന്നല്ലോ, എന്തോ കൊളത്തൂപ്പുഴന്നോ അഞ്ചലെന്നോ ഒക്കെ പറയുന്നത്. അമ്മേ, വല്ലാണ്ട് ഉരുണ്ട് കളിക്കല്ലേ. അമ്മ കൊളത്തൂപ്പുഴന്ന് ഇന്നലെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇപ്പം അമ്മ കേട്ടതല്ലേ ഈ അഞ്ചലെന്നുള്ള സ്ഥലം എൻ്റെ വായിൽ നിന്ന്. അമ്മ അതുകൊണ്ടേ താനെ ഇറങ്ങി വാ. എന്നിട്ട് അമ്മ നാടകം നിർത്തിയിട്ടേ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നേരെ വണ്ണം ചോദിക്കേ. എനിക്കറിയാനുള്ളത് ചോദിച്ചാൽ നീ പറഞ്ഞു തരുമോ? അതില്ല, എല്ലാം പറയണമെന്നില്ല. അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് അമ്മ അറിയേണ്ട ഉത്തരമാണെങ്കിൽ മാത്രം പറയും.
അതെനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കാതെയും പറയാതെയും നിൽക്കുന്നത്. എന്നാൽ പിന്നെ അമ്മ ചോദിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനു തിരിഞ്ഞ് നടക്കാൻ നേരത്ത് കമലയ്ക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പം കമല തന്നെ ചോദിക്കുകയാണ്, എടാ മനു, അവളുടെ പേരിൽ ഇത് എവിടെ നിന്നാടാ ഈ 100 കോടിയും 50 കോടിയൊക്കെ സ്വത്ത്? ആ, എനിക്ക് തോന്നി അമ്മ കറങ്ങി തിരിഞ്ഞ് വരുന്നത് അവിടേക്ക് തന്നെയാണെന്ന്. എങ്കിലേ അമ്മയോട് ഞാനൊരു സത്യം പറയാലോ, അവളിപ്പോൾ ഉള്ളതേ അവളുടെ പപ്പയുടെ അടുത്ത് തന്നെയാണ്. പപ്പയുടെ അടുത്തോ? അതെ അമ്മേ, അവളുടെ പപ്പയായ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്താണ്. അത് മാത്രമല്ലെന്നേ, അയാൾ വലിയൊരു കോടീശ്വരനാ. അയാളുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്, 100 കോടി അയാളുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് അവളെ വിവാഹം കഴിക്കാമല്ലോ അല്ലേ അമ്മേ? 100 കോടിയിൽ നിന്ന് ഒരു 50 കോടിയെങ്കിലും എനിക്ക് കിട്ടും. എന്താ അമ്മയ്ക്ക് സമ്മതമാണോ? മനു തമാശ രൂപേണ അത് പറഞ്ഞപ്പോൾ കമൽ അത് വിശ്വസിക്കാൻ നിന്നില്ല. നീ എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ടാക്കല്ലേ, അവൾക്ക് 100 കോടി ഉണ്ടെന്ന് അറിയുമ്പോഴത്തേന് നിനക്ക് അങ്ങോട്ട് പെണ്ണ് പിടിച്ചു തരാനായിട്ടേ എനിക്കിവിടെ പ്രാന്തൊന്നുമില്ല. പിന്നെ 100 കോടിയുള്ള തന്തയാണത്രേ അവളുടെ പെപ്പ. നീയും നിൻ്റെ അച്ഛനൊക്കെ ഇത് വിശ്വസിക്കും, എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. മനുവിന് ഇതൊക്കെ കേട്ടിട്ട് ശരിയാണ് വന്നത്. മനു പറയുന്നുണ്ട്, ആ ഇത് തന്നെയാണ് അമ്മനോട് ഒരു കാര്യം പറയാത്തത്. സത്യങ്ങൾ പറഞ്ഞ് അമ്മോട്ട് വിശ്വസിക്കത്തുമില്ല, വേറെ എന്തെങ്കിലും നുണ പറഞ്ഞാൽ അമ്മ അത് വേഗം വിശ്വസിക്കുകയും ചെയ്യും. എന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ശരി, എന്നാൽ എന്തെങ്കിലും തിന്നാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ, അതോ പരദൂഷണവും കേട്ട് ഇവിടെ തന്നെ നിപ്പായിരുന്നോ? നീ താഴെ പോയി ഡൈനിങ് ടേബിളിൽ നോക്കിയിട്ട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി ഇടയ്ക്ക. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കമല ധൃതിക്ക് അങ്ങോട്ട് പോവുകയാണ്. എങ്കിലും മനു സ്റ്റെപ്പ് ഇറങ്ങി പോയതിന് ശേഷം കമൽ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇനി അലീനയുടെ തന്തയുടെ കയ്യിൽ ഇത്രയും പണമൊക്കെ ഉണ്ടോ? ഈ പപ്പ എന്ന് പറയുന്ന ആൾ ഇത് എവിടെ നിന്ന് വന്നു? അപ്പോൾ ഇവളുടെ അമ്മ ആരാണ് എന്നൊക്കെ കമല ചിന്തിച്ചു തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് താഴെ ശിവൻ വിളിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് കമല താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം അഞ്ജലിയിൽ ജോജോ പുറത്തു നിന്നും കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് അലീന മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. അലീനയെ കണ്ടപ്പോൾ ജോജോയ്ക്ക് എവിടെയൊക്കെ കണ്ടുപരിചയം പോലെ തോന്നി. ജോജോയെ കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് അത് തൻ്റെ സ്വന്തം ആങ്ങളെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അലീന നല്ലോണം അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും തിരിച്ച് അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് അലീന കിച്ചണിലേക്കാണ് നേരെ പോയത്. അപ്പോൾ ടോണിയ അവിടെ ഇരുന്ന് സോഫയിൽ TV കാണുന്നുണ്ടായിരുന്നു. ജോജോ അവളെ അരിയത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏതാടിയാ പോയ ചേച്ചി? നിൻ്റെ ഒരു ഫേസ് കട്ടില്ലേ ആ ചേച്ചിക്ക്? ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ പപ്പയുടെ 23 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു എന്ന് പറഞ്ഞ ആ ചേച്ചി. ഓ അത് ശരി, വെറുതെ അല്ല എടി, ആ ചേച്ചിനെ കണ്ടാലേ നമ്മുടെ ചേച്ചിയാണെന്ന് തന്നെ തോന്നും കേട്ടോ, ഫേസ് കട്ടുണ്ട് എന്ന് ജോജോ ഇങ്ങനെ പറയല്ല. പെട്ടെന്നാണ് ജോജോയ്ക്ക് ഓർമ്മ വന്നത്, എടി ആ ചേച്ചി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെത്തിയത്? ആ ചേച്ചി ഇവിടെ വീട്ടിൽ കയറാൻ അമ്മച്ചി സമ്മതിച്ചോ? അമ്മച്ചി അല്ലടി, റീത്ത മമ്മി സമ്മതിച്ചോ? എല്ലാവരെയും സമ്മതിപ്പിക്കേണ്ടി വന്നു. ജോജോ ചേട്ടൻ ഇത് എവിടെ പോയി കിടന്നിരുന്ന? ഇവിടത്തെ പ്രകടനമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതെ, നമ്മളൊക്കെ ഇങ്ങനെയായി പോയല്ലോ. ആ ചേച്ചിയെ നമ്മുടെ എൽസമ്മച്ചിയുടെയും ആ റീത്ത മമ്മിയുടെയും ഒക്കെ മുഖത്ത് നോക്കിയിട്ട് എന്തൊരു ഡയലോഗായിരുന്നെന്നറിയാമോ? ആ ചേച്ചി വെല്ലുവിളിച്ചിരിക്കുക, 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ എൽസ മമ്മിയെയും നമ്മളെയും ഇവിടെ നിന്നും ആ ചേച്ചി കൊണ്ടുപോകുന്നു പപ്പയുടെ വീട്ടിലേക്ക്. പിന്നെ നമ്മളെ ആരെയും കാണാൻ പോലും റീത്ത മമ്മിയെ സമ്മതിക്കത്തില്ലെന്ന്. പൂർണ്ണ അവകാശം ആ ചേച്ചിക്കും വല്യപ്പച്ചനും പപ്പയ്ക്കും മാത്രമായിരിക്കുന്നു നമ്മളിൽ. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലേടി? ജോജോ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ച് അങ്ങനെ പറയുകയാണ്. മിണ്ടാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കിക്കോ. അതെ, അമ്മച്ചി അവിടെ എവിടെയോ നടക്കുന്നുണ്ട്. ഇതെങ്ങാനും കേട്ടാലുണ്ടല്ലോ നല്ല അടി കിട്ടും. വെറുതെ എന്നാത്തിനാ? ആ ചേച്ചി അപ്പോൾ ആരെ കൂടെയാണ് വന്നേ? നമ്മുടെ വല്യപ്പച്ചൻ്റെ കൂടെ. മുകളിലത്തെ റൂം ആ ചേച്ചിയും വല്യപ്പച്ചനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ചേട്ടായിയുടെ റൂമാണെന്ന്. ഞാൻ മുകളിലേക്ക് പോകാനൊന്നും നിന്നില്ല. സ്റ്റെപ്പ് കയറി റൈറ്റ് സൈഡിലേക്കാണ് അവർ പോകുന്നത് കണ്ടത്. റൈറ്റ് സൈഡിൽ ഒരെണ്ണം ചേട്ടായിയുടെ റൂമല്ലേ? അത് കുഴപ്പമില്ലടി, അവരെടുത്തോട്ടെ. ഞാൻ തൊട്ടപ്പുറത്തെ റൂമിലെങ്ങാനും കിടന്നോളാം. ഓ ആയിക്കോട്ടെ.
അല്ല, ചേട്ടായിക്ക് അവർ വന്നതിന് ഒരു കുഴപ്പമില്ല. എനിക്കെന്ത് കുഴപ്പം? നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര കാലം എന്ന് വെച്ചിട്ടാ ഈ റീത്ത മമ്മിയുടെ ഭരണത്തിൽ ഇങ്ങനെ നമ്മൾ കഴിയുക? ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നേ ഒരുപാട് ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ടോണി അവിടെ ഇരുന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അതെ വല്യപ്പച്ചൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് പോയിക്കോട്ടോ, വല്യപ്പച്ചന് വിഷമമൊന്നും തോന്നണ്ട. അവളോടായി അവനപ്പോൾ ഓക്കെ എന്ന് തമ്പ് കാണിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്താണ് അലീന കിച്ചണിലേക്ക് എത്തുന്നത്. കിച്ചണിൽ നമ്മുടെ എൽസാമ്മച്ചി ഉണ്ടായിരുന്നു. എൽസാമ്മച്ചി രാത്രിക്കലത്തേക്കുള്ള ചെമ്മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഒരു 3-4 ഞങ്ങൾക്കും തരുമെന്ന്. എൽസ കേട്ട ഭാവം നടിച്ചില്ല. അലീന പതിയെ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ്. ഇത് കാണുമ്പോൾ എൽസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എൽസ പറയുന്നുണ്ട്, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ഒരു സാധനത്തിൽ പോലും നീ തൊട്ടു പോകരുതെന്ന്. അതെന്തുകൊണ്ടാ എനിക്ക് തൊടാൻ പാടില്ലാത്തത്? ഒന്ന് പറഞ്ഞേ. ഇതൊക്കെ എൻ്റെ പപ്പ മേടിച്ചിട്ടിരിക്കുന്നതല്ലേ. ഈ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളും എല്ലാതും എൻ്റെ പപ്പ മേടിച്ച് തന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് എൽസാമ്മച്ചിയുടെ ഭർത്താവ്. അപ്പോൾ എനിക്കും എൽസാമ്മച്ചിക്കും ഒരുപോലെ അവകാശമുണ്ട്. അതുകൊണ്ട് എൽസാമ്മച്ചി എന്നെ തടയാൻ നിൽക്കണ്ട. അതെങ്ങനെയാടി നിൻ്റെ പപ്പ മേടിച്ചുകൊണ്ടുവന്നിട്ടെന്നത്? നിനക്കറിയോ നിൻ്റെ പപ്പയാണ് മേടിച്ചുകൊണ്ടുവന്നിട്ടേന്ന്? അത് പിന്നെ എന്നോടാരും പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പപ്പ നിങ്ങൾക്കുള്ള ചിലവിനുള്ള പൈസയും ഈ വീടും വീട്ടിലെ ഉപകരണങ്ങളും ഒക്കെ വാങ്ങിച്ചു തന്നിരിക്കുന്ന കാര്യം എൽസാമ്മയ്ക്കും അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകം പറയണോ? എൽസാമ്മച്ചി ഈ രാത്രി എന്നിട്ട് വഴക്കുണ്ടാക്കാനാണ് നിൽക്കുന്നതെങ്കിൽ പപ്പ ചെയ്ത എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഇന്ന് രാത്രി ഈ നിമിഷം തന്നെ ഞാൻ എൽസാമ്മച്ചിയുടെ മുമ്പിലേക്ക് ഇട്ട് തരും. പിന്നെ അത് മുഴുവൻ ഇരുന്ന് കൂട്ടിയും കുറച്ചും വരുമ്പോഴേ പല കഥകളും പൊളിയും. അതുകൊണ്ട് ഞാനൊരു 30 ദിവസം തന്നിട്ടുണ്ടല്ലോ, അതിനിടയിൽ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനും എൻ്റെ വല്യപ്പച്ചനും കൂടിയും ഒരു മുട്ട വറുത്ത് ഒരിത്തിരി കഞ്ഞി കുടിക്കാനുള്ള തീരുമാനത്തിലാണ്. അതിന് ദൈവത്തെ ഓർത്തെങ്കിലും എൽസാമ്മച്ചി ഞങ്ങളെ തടയരുത്. എൻ്റെ കാര്യം ഓക്കെ, എനിക്ക് പട്ടിണിയൊക്കെ കിടന്ന് നല്ല ശീലമുള്ള ആൾ തന്നെയാണ്. പക്ഷെ വല്യപ്പച്ചൻ്റെ കാര്യം അങ്ങനെയല്ല. വല്യപ്പച്ചന് രാത്രിക്കലത്തേക്കുള്ള കഞ്ഞി കുടിച്ചിട്ട് വേണം ഷുഗറിനും പ്രഷറിനും ഒക്കെ ഉള്ള മെഡിസിൻ എടുക്കാനായിട്ട്. അത് തടഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പച്ചന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഉത്തരവാദിത്തം പറയേണ്ടത് എൽസാമ്മച്ചി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് അരിയും ഇതിൽ നിന്ന് 2 മുട്ടയും എനിക്ക് തന്നേ പറ്റൂ. ഇതിപ്പോൾ ഇന്നത്തെ കാര്യം ഇങ്ങനെ തന്നെ. പക്ഷേ നാളെ തുടങ്ങി ഇങ്ങനെ 2 തരത്തിലിവിടെ ഞാൻ വെക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ച് പാചകം ചെയ്യും, നമ്മൾ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഒരു 30 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കാനൊക്കെ എൽസാമ്മച്ചിക്ക് കഴിയും. പതിയെ പതിയെ എൽസാമ്മച്ചി തന്നെ അത് ആഘോഷമാക്കുകയും ചെയ്യും. ആ കാര്യത്തിലേ എനിക്ക് ഉറപ്പുണ്ടെന്നേ. ഇത് പറഞ്ഞപ്പോൾ വല്യപ്പച്ചൻ്റെ അസുഖത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ എൽസ ഒന്നും മിണ്ടാതെ ആ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് അപ്പുറത്തെ വീട്ടിലിരുന്ന റീത്ത അടുത്ത പ്ലാനിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇവർക്ക് 2 പേർക്കുമായിട്ട് ഒരു 3 സഹോദരങ്ങളുണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. ഇവിടെയായ അവഹിത സന്തതി വന്ന് കുടിയേറിയിട്ടുണ്ടെന്നും അവളിവിടെ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അവളും അവളെ ആ വല്യപ്പച്ചനും കൂടിയാണ് ഇവിടെ കയറി വന്നിട്ട് എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും എൽസയെയും മക്കളെയും തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനെനിക്ക് അവൾ ഒരു 30 ദിവസത്തെ സമയവും കൂടി അനുവദിച്ച് തന്നിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ. ആ 30 ദിവസമൊന്നും അവളിവിടെ നിർത്തിപ്പൊറിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടാ സാമുവലെ, നീ നാളെ തന്നെ ഏലിയാസിനെയും സേവിച്ചനെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കണം. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ. എനിക്കേ അവളിവിടെ വെച്ച് പൊറിപ്പിക്കാൻ താല്പര്യമില്ല. നിനക്കൊക്കെ അറിയാലോ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യം നീയൊന്നും മറക്കരുത്. ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം എൻ്റെ ഈ വാക്ക് നിങ്ങൾ തള്ളിക്കളയാൻ. ഇവിടെ നിന്നും എൽസയും കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോയാലേ നല്ലൊരു തുകയാണ് നമ്മുടെ കയ്യിൽ നിന്നും അങ്ങ് പോകുന്നത്. ഇത് കേൾക്കുന്ന സാമുവൽ പറയുന്നുണ്ട്, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്കേ നാളെ തന്നെ അവളെയും അവളുടെ വയസ്സങ്കാർന്നവരെയും അവിടെ നിന്ന് ഇറക്കി വിടാം.
ആ കാര്യം ചേച്ചി ഞങ്ങളെ ഏൽപ്പിച്ചേക്ക്. എന്തായാലും കിട്ടുന്നതൊക്കെ അന്ന് വെറുതെ കളയാൻ നമുക്കെന്താ വല്ല പ്രാന്തുണ്ടോ? അതൊന്നും സംഭവിക്കത്തില്ലെന്നേ. വരുന്നതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരി ചേച്ചി. ചേച്ചി കോള് കട്ട് ചെയ്തോ. ഇച്ചായന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കട്ടെ. നമുക്ക് നാളെ തന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സാമുവലും റീത്താമ്മച്ചിയും കോള് കട്ട് ചെയ്യാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.